ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. അങ്ങനെ കാവേരിയും ഗംഗയും കൂടി രാത്രിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ 5 ഏക്കർ ഭൂമിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാവേരി പറയുകയാണ്, ചില സമയത്തൊക്കെ അച്ഛൻ എൻ്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ട്. അപ്പോഴൊക്കെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നും. ഒരിക്കൽ പോലും അച്ഛന് നമ്മൾ 4 പെൺകുട്ടികളായി പോയതിൻ്റെ വിഷമമൊന്നും ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അത് മറ്റുള്ളവർ പറയുമായിരുന്നു, ഓ നിനക്ക് 4 പെൺകുട്ടികളാണല്ലേ. പക്ഷേ അച്ഛന് പെൺകുട്ടികളെ പൊൻകുട്ടികളായിട്ടാണ് അച്ഛൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അച്ഛനെ കഷ്ടപ്പെട്ട് അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഫലമായ ആ സ്ഥലം നമുക്ക് തിരിച്ചെടുക്കണം ചേച്ചി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗംഗ പറയാണ്, അച്ഛൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മളും ചെയ്തിട്ടില്ല. ആ സ്ഥലം നമുക്ക് വന്ന് ചേരുക തന്നെ ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അവർ. പിന്നെ നമ്മുടെ ശാരദ ഒരു നൈറ്റി ഇരുന്ന് തുന്നുന്നതാണ് കാണുന്നത്. അത് ശാരദ വീട്ടിലിടുന്നൊരു നൈറ്റിയാണ്. അതാകെ തുന്നലൊക്കെ വിട്ടപ്പോൾ അതിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുന്നിയിട്ട് കഴിയുന്നുമില്ല. ആ സമയത്താണ് ഗംഗ വരുന്നത്. അപ്പോൾ ഗംഗ, നീ ഇതെനിക്കൊന്ന് തുന്നിത്തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയും, അമ്മ എനിക്കിപ്പോൾ തീരെ വയ്യ, സ്കൂൾ യൂണിഫോമൊക്കെ ഒത്തിരി അടിക്കാനുണ്ടായിരുന്നു, അതെല്ലാം അടിച്ചിട്ട് എൻ്റെ കൈയും കാലാക്കാകെ തളർന്ന് വേദനിച്ചിട്ടും വരികയാണ്. ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന സമയത്ത് അടിച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ പറയും, എനിക്ക് ആകെ 1-2 മാക്സികളേ ഉള്ളൂ, അതും കുറേയൊക്കെ നിരക്കുകയും കീറുകയൊക്കെ ചെയ്തു, എനിക്ക് ഇടാനില്ല, അപ്പോൾ നീ ഇതൊന്ന് തയ്ച്ചതായും. പക്ഷേ ഗംഗയുടെ മനസ്സിൽ ആകെ ദേഷ്യമാണ്. കാരണം ഗംഗയുടെ ഈ സ്ഥലത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഗംഗ ആലോചിക്കുന്നത്. അപ്പോൾ ഗംഗ ശാരദയെ ഒത്തിരി വഴക്കൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന വിനീത് ഒരു കവർ കൊണ്ടുവന്ന് ശാരദയെ ഏൽപ്പിക്കും. എന്നിട്ട് നോക്കാൻ പറയും. അപ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലൊരു നൈറ്റിയാണ്. അപ്പോൾ അമ്മായി ഇതൊന്ന് വെച്ച് നോക്കുക എന്ന് പറയും. അങ്ങനെ ശാരദ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ, എങ്ങനെയുണ്ട് അമ്മായി, ഈ മോഡൽ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് മോനെ. എന്നാൽ ഇത് അമ്മായിക്കുള്ളതാണ്, ഈ മോഡൽ ഞാൻ ടൗണിൽ കണ്ടതാണ്. അപ്പോൾ ഒരു തുണി എടുത്ത് ഞാൻ തയ്ച്ച് നോക്കി, അപ്പോൾ എനിക്ക് തയ്ച്ചപ്പോൾ നന്നായിട്ട് തോന്നി. അപ്പോൾ ആദ്യത്തെ നൈറ്റി അമ്മായിക്ക് തന്നെ തരാമെന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പോൾ അത് കേട്ടതോടുകൂടി ശാരദയ്ക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ കൂടി വരും. ശാരദ അത് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ വിനീതിന് ഒരു വിഷമം വരും കേട്ടോ. അപ്പോൾ വിനീത് പറയും, അമ്മായി എന്തിനാണ് വിഷമിക്കണേ? ഗംഗയുടെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയല്ലേ. അമ്മായി അത് ഇനി അമ്മായിക്ക് ഇഷ്ടമുള്ള മോഡലൊക്കെ പറഞ്ഞോളുണ്ട്, ഞാൻ അതുപോലെയൊക്കെ തയ്ച്ച് തരണ്ട, അമ്മായി വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ ശാരദ വീണ്ടും കരയാണ്. അപ്പോൾ ഗംഗയെ നീ വായ നമുക്ക് കിടക്കാം എന്ന് പറയും. അപ്പോൾ ഗംഗ പറയും, അമ്മ എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ, ഞാൻ ഈ നൈറ്റി ഒന്ന് തയ്ച്ചു കൊടുക്കട്ടെ, മരുമക്കൾ മാത്രമല്ലല്ലോ, മക്കളും അമ്മമാരെ നോക്കണമല്ലോ എന്ന് പറഞ്ഞ് ഗംഗ ആ നൈറ്റി തയ്ക്കാൻ പോവുകയാണ്. ഇതേ സമയം ശാരദയ്ക്ക് ഇത്രയും നല്ലൊരു മരുമകനെ കിട്ടിയതിൻ്റെ സന്തോഷം, അതുപോലെ അവൻ അത്രയും നല്ലൊരു ഗിഫ്റ്റ് തന്നതിൻ്റെ സന്തോഷം എല്ലാം കൂടി ചേർന്ന് ശാരദ ആ നൈറ്റി എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അരവിന്ദൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് പോയി നിൽക്കുകയാണ്. എന്നിട്ട് പറയും, അരവിന്ദേട്ടാ കണ്ടോ, അവൻ എനിക്ക് വാങ്ങിക്കൊടുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ശാരദ അവിടെ ഇങ്ങനെ ചാരി നിന്ന് വിഷമിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ നൈറ്റിയൊക്കെ തയ്ച്ച് കഴിഞ്ഞ് ഗംഗ റൂമിലോട്ട് വരുമ്പോൾ വിനീത് ഇരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. വിനീത് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വിനീത് പറയും, ഞാനിന്ന് ഇന്ന് ആ തയ്ച്ച നൈറ്റി ഇല്ലേ, അതൊന്ന് വളരെ നന്നായിട്ടുണ്ടെന്നാണ് സലീമൊക്കെ പറഞ്ഞത്. സലീമൊക്കെ എത്ര കാലമായിട്ട് തയ്ക്കുന്ന ആളാണ്, ഇത് ഒന്നും കാണാതെ അങ്ങനെ പറയില്ല. ഞാൻ കുറച്ചും കൂടി തുണിയെടുത്ത് ആ മോഡൽ തയ്ച്ചിട്ട് ഗംഗയുടെ ഒരു നൈറ്റി ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും വെച്ച് ഇറക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുഷ്പവാടി മൊത്തം ഇതിന് നല്ല പബ്ലിസിറ്റി ആവും. പുഷ്പവാടിയിൽ നല്ലൊരു മോഡലാവും ഇത്. അപ്പോൾ 500 രൂപ വെച്ചിട്ട് എനിക്ക് ഒരു നൈറ്റിക്ക് വാങ്ങിക്കാം, അങ്ങനെ തന്നെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് കേട്ടിട്ടും ഗംഗയ്ക്ക് വലിയ മൂടൊന്നുമില്ല. അപ്പോൾ ഗംഗയോട് ചോദിക്കും, നീ എന്താ ആലോചിക്കുന്നത്, ആ സ്ഥലത്തെക്കുറിച്ചിട്ടാണോ, ജയപാലം വാങ്ങിയ സ്ഥലത്തെക്കുറിച്ചിട്ടാണോ എന്ന്. ഗംഗ പറയും, ജയപാലം വാങ്ങിയ സ്ഥലമല്ലല്ലോ വിനീതേട്ട, അച്ഛൻ വാങ്ങിയ സ്ഥലമല്ലേ, അത് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം എന്നൊക്കെ പറയുകയാണ് ഗംഗ. അപ്പോൾ വിനീത് പറയും, ഇനി നമുക്ക് തിരിച്ചു വാങ്ങാം, നീ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ ഈ ബിസിനസ്സൊക്കെ ഒന്ന് ശരിയാവട്ടെ, നമുക്ക് തിരിച്ചു വാങ്ങാം എന്ന് പറഞ്ഞിട്ട് അവർ കിടക്കുകയാണ്. പിറ്റേ ദിവസം കാണിക്കുന്നത് ജയപാലൻ്റെ ആ സ്ഥലത്ത്, അതായത് അരവിന്ദനെ പറ്റിച്ചുണ്ടാക്കിയ ആ 5 ഏക്കർ ഭൂമിയിൽ ഭൂമി പൂജ നടത്തുകയാണ്. അപ്പോൾ നിവിൻ വന്നിട്ടില്ല, നിവിൻ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് രാജേശ്വരി പറയുന്നത്. പിന്നെ ജയപാലൻ്റെ മകള് രാഗിണിയും വന്നിട്ടില്ല, അവൾക്ക് സെൻഡ് ഓഫിൻ്റെ ഫങ്ഷൻസൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൂജയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ പൂജയ്ക്ക് ജയപാലനാണല്ലോ സ്ഥലത്തിൻ്റെ ഉടമ, അപ്പോൾ ജയപാലൻ അവിടെ പൂജയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ഈ സ്ഥലത്തോട്ട് കാവേരിയും വീട്ടുകാരെല്ലാവരും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് കാവേരി ചേച്ചി ഞങ്ങൾ ഈ കൊണ്ടുപോകണത്, ഇത് എവിടെയാണ് ഈ സ്ഥലം? അതൊക്കെ നിങ്ങൾ വായോ, നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാവേരി ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ
നമ്മുടെ ശാരദയ്ക്ക് മനസ്സിലാവും ഇത് പണ്ട് അരവിന്ദേട്ടൻ വാങ്ങിയ സ്ഥലത്തോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ആ സമയത്ത് ശാരദ അരവിന്ദേട്ടനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അരവിന്ദേട്ടനും അവളും കൂടി അവിടെ ഇരുന്നിട്ട് പറഞ്ഞ കാര്യങ്ങളും അരവിന്ദേട്ടൻ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒക്കെ ശാരദ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി ചോദിക്കും, നമ്മളിനി എത്താറായോ, നീ എവിടേക്കായി കൊണ്ടുപോകണത് കാവേരി, നമ്മളിതാ എത്തി നോക്ക് എന്ന് പറഞ്ഞ് കാവേരി ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ജയബാലനും ബന്ധുക്കളൊക്കെ നിൽക്കുന്നത് കാണാം. ജയബാലൻ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ എന്താ ജയബാലൻ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ശാരദ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, അച്ഛൻ അന്ന് വാങ്ങാൻ പൈസ കൊടുത്ത സ്ഥലം ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ജയബാലനാണ് എന്ന്. അപ്പം മുത്തശ്ശി ചോദിക്കുക, അല്ല ജയബാല, നീ ഇത്രയും നല്ലൊരു സ്ഥലം വാങ്ങിയിട്ട് ഞങ്ങളെ ഒന്നും ഈ ഭൂമി പൂജയ്ക്ക് വിളിച്ചില്ലല്ലോ. അപ്പോൾ ജയബാലൻ ആകെ ചൂടായിട്ട് മുത്തശ്ശിയോട് പറയും, ഞാൻ വിളിച്ചില്ല, നിങ്ങളാരും വിളിച്ചില്ല, നിങ്ങളെന്തിനാ ഈ ക്ഷണിക്കാത്ത വിവാഹത്തിന് സദ്യ ഉണ്ണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കാവേരി അങ്ങോട്ട് ചൂടാവും. കാവേരി ചൂടായിട്ട് പറയുകയാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ പൈസ കൊണ്ട് നടത്തുന്ന വിവാഹമല്ലേ, അപ്പോൾ അതിൽ ഒരു പറ്റ് ചോറെങ്കിലും ഞങ്ങൾ കഴിക്കേണ്ടതെന്ന്. അപ്പോൾ രാജേശ്വരി, എന്താ ജയപാലേട്ട ഇവർ ഈ പറയുന്നത്, അവരുടെ അച്ഛൻ്റെ പൈസ കൊണ്ട് വാങ്ങിയ സ്ഥലമോ, ഇവരെന്തൊക്കെയാണ് എഴുന്നള്ളിക്കുന്നത്, പ്രശ്നമുണ്ടാക്കാൻ മനഃപൂർവ്വം വന്നതാണെന്ന് തോന്നുന്നു. ജയപാലൻ പറയുകയാണ്, അരവിന്ദന് ഈ സ്ഥലം വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, അതിന് 50,000 60,000 അഡ്വാൻസും കൊടുത്തിരുന്നു. പിന്നെ അതിനുശേഷം അരവിന്ദന് അതിനെക്കൊണ്ട് പറ്റിയില്ല, പിന്നെ ഞാനത് വാങ്ങി. അതിനിപ്പോൾ എന്താ കുഴപ്പം, ഒരാൾക്ക് വാങ്ങാൻ പറ്റാത്ത ഭൂമി മറ്റൊരാൾക്ക് വാങ്ങാൻ പറ്റില്ല എന്നുണ്ടോ, പിന്നെ എന്താ ഇത്രയും ഒരു ചെറിയ തുക മുടക്കാനില്ലാത്ത ആളാണോ ഞാൻ എന്ന് ചോദിക്കണം. ജയപാലേട്ട, ഈ സ്ഥലം അദ്ദേഹം വാങ്ങുമെന്ന് എന്നോട് പറഞ്ഞതാണ്, അതിനുള്ള കാര്യങ്ങളും അദ്ദേഹം നീക്കിയിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇത് നിങ്ങളുടെ പേരിലാവുക ഈ സ്ഥലം, അദ്ദേഹത്തിന് കഷ്ടപ്പെട്ട് കുറേ പൈസ ഉണ്ടാക്കി അയച്ചു തന്നതിൻ്റെ കണക്കുകളും ഞങ്ങൾ കണ്ടതാണ്, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പേരിൽ ഈ സ്ഥലം വരിക എന്ന്. അപ്പോഴും ജയപാലൻ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്, അവൻ കുറേ അഡ്വാൻസ് കുറച്ച് പൈസ കൊടുത്തു എന്നല്ലാണ്ട് ഇത് വാങ്ങാനുള്ള പൈസയൊന്നും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പ്ലാൻ അവൻ അവിടെ അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് ഞാനത് വാങ്ങിച്ചു, അത്രയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റാത്ത സ്ഥലം മറ്റൊരാൾ വാങ്ങിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.